പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിനകത്തുള്ള ജംഗിൾ ക്യാമ്പ് എന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേയിൽ ഒരു ദിവസം താമസിച്ച് മാനമുട്ടി മലയ്ക്ക് താഴ്വാരത്തു കൂടിയുള്ള ഒരു ട്രെക്കിങ്ങും പിറ്റേന്ന് രാവിലെ ഗവിയിലേക്കുള്ള ബസ് സഫാരിയും ബേർഡ് വാച്ചിങ്ങും തേക്കടിയിലെ ബോട്ടിങ്ങും അടങ്ങിയ ആക്ടിവിറ്റീസ് ചെയ്യുന്ന വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മാനമുട്ടി മലക്കരികിലൂടെ നടത്തിയ ട്രെക്കിങ്ങിന്റെയും ബസ് സഫാരിയുടെയും വീഡിയോ ഇത് തൊട്ട് മുമ്പത്തെ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ജംഗിൾ ക്യാമ്പിനെ സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ആവർത്തിക്കുകയില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾക്കായി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലുള്ളത് പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള ബേർഡ് വാച്ചിങ്ങും പിന്നെ മൃഗസമ്പുഷ്ടമായ തേക്കടി ബോട്ടിങ്ങുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബേർഡ് വാച്ചിങ്ങിനായി ഇറങ്ങി. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും ഗൈഡുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഗൈഡ് കൃത്യമായി നമുക്ക് ഓരോ പക്ഷിയെയും പരിചയപ്പെടുത്തി തരും. ബേർഡ് വാച്ചിങ് എന്ന ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് നമ്മൾ ഇന്നലെ ടെന്റ് സ്റ്റേ ചെയ്ത കോമ്പൗണ്ടിൽ നിന്നിറങ്ങി ട്രെക്കിങ്ങിന് പോയ വഴിയിൽ നേരെ പോകുമ്പോഴാണ് നമുക്ക് ബേർഡ് വാച്ചിങ്ങിന്റെ ട്രെക്കിംഗ് പാത്ത് ഉള്ളത്. അവിടെ ശരിക്കും പറഞ്ഞാൽ കുറ്റിക്കാടുകൾ കൂടുതലായുള്ള പക്ഷികൾ ചേക്കേറുന്ന ധാരാളം ചിത്രശലഭങ്ങളുള്ള ഒരു ഭാഗത്തു കൂടിയാണ് നമ്മളെ ഈ ബേർഡ് വാച്ചിങ്ങിനായി അവർ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയുമായി ബന്ധമുള്ളതല്ല, എന്നാലും കാടും വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വയനാടും ഇടുക്കിയും പത്തനംതിട്ടയിലും കൊല്ലത്തിന്റെ കിഴക്കൻ ഭാഗത്തും വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാനാകും. ദിനേന ധാരാളം വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ഒന്നിലധികം പേർ കാട്ടാനയുടെയും മറ്റും ആക്രമണഫലമായി കേരളത്തിൽ മരണപ്പെടുകയുണ്ടായി. എന്താണ് ശരിക്കും കേരളത്തിൽ ഇത്രയധികം വന്യമൃഗ ശല്യം ഉണ്ടാകുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കുറഞ്ഞ സമയമെങ്കിലും കാടിനുള്ളിലും അതേപോലെ ട്രെക്കിങ്ങും മറ്റുമായി നടത്തിയതിന്റെയും പിന്നെ വായിച്ചറിഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും നമുക്ക് നല്ല വനത്തിന്റെ കുറവുള്ളതായി കാണാൻ സാധിക്കും. എന്താണ് ഈ നല്ല വനം എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക്, അതും സസ്യബുക്കുകളായ വന്യമൃഗങ്ങൾക്ക്, ആനയും കാട്ടുപോത്തും മ്ലാവും മാനും അടങ്ങുന്ന മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ചെടികളുടെയും മരങ്ങളുടെയും അഭാവം അല്ലെങ്കിൽ അതിന്റെ കുറവ് നമ്മളുടെ വനത്തിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പാഴ്ചെടികളുടെയും മുള്ളുകളുള്ള വിദേശ സസ്യങ്ങളുടെയും ഒരു ആധിക്യം നമ്മളുടെ വനത്തിനകത്ത് കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ ക്ഷതമേൽപ്പിക്കുന്നുമുണ്ട്. അത് ഈ സസ്യബുക്കുകളായ മൃഗങ്ങളുടെ ഭക്ഷണത്തിൽ കുറവ് വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, പണ്ട് ബ്രിട്ടീഷുകാർ ഏക്കർ കണക്കിന് വനഭൂമിയാണ് വെട്ടി നിരത്തി തേയിലത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. അത് നമ്മളുടെ വനത്തിന്റെ അളവിനെ ഗണ്യമായി കുറച്ചിട്ടുണ്ട്. അത് ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു നഗ്നമായ സത്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ കൃത്യമായ രീതിയിൽ സർക്കാർ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യമായ രീതിയിൽ ഉള്ള വനത്തെ സമ്പുഷ്ടമായ വനവൽക്കരണത്തിന് യോജിച്ച രീതിയിൽ മാറ്റം വരുത്തുക എന്നതാണ് ഇതിന്റെ ഒരു പരിഹാരം എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഇതിനിടയിൽ നമ്മളെ ട്രെക്കിംഗ് പുരോഗമിക്കുകയാണ്. ഗൈഡ് നമുക്ക് പല പക്ഷികളെയും കാണിച്ചു തരികയും അതിനെ പേര് വിവരങ്ങളും സ്വഭാവവും ഒക്കെ തന്നെ വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് നമുക്കിതാ ഈ മലയണ്ണാന്റെ സൈറ്റിംഗ് ലഭിച്ചത്. ഇതിനു മുമ്പും പല പക്ഷികളെയും കണ്ടിരുന്നുവെങ്കിലും മലയണ്ണാനെയും വേഴാമ്പലിനെയൊക്കെ കണ്ടിരുന്നുവെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മലയണ്ണാനെ മാത്രമാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും വീഡിയോയിൽ ഒന്ന് എടുക്കാൻ സാധിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കുറ്റിച്ചെടികളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മരങ്ങൾക്കിടയിലിരിക്കുന്ന ഇവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമെങ്കിലും വീഡിയോയിലേക്ക് പകർത്താൻ നന്നേ പ്രയാസമാണ്. ആ ഇരിക്കുന്നത് കോഴി വേഴാമ്പൽ അഥവാ ചാര വേഴാമ്പലാണ്. ഒന്നല്ല, ഒരു 3-4-5 എണ്ണത്തിന്റെ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അനക്കം കേൾക്കുമ്പോഴേക്ക് ഇവ പറന്ന് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് പോകുന്നത് കാരണം കൃത്യമായി നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും പ്രൊഫഷണലായ ബേർഡ് വാച്ചിങ് ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളുള്ള ഏരിയയിൽ അവ സാധാരണ വരുന്ന വൃക്ഷത്തിന്റെയോ ചെടിയുടെയൊക്കെ അടുത്ത് ഹെൽത്തിയായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൂറുകളോളം വെയിറ്റ് ചെയ്താണ് ഈ പക്ഷി നിരീക്ഷണം നടത്തുക. പലപ്പോഴും അത് ദിവസങ്ങൾ വരെ നീണ്ടേക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് കാണേണ്ട പക്ഷിയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഹൈ ക്വാളിറ്റി സ്പീക്കറിലൂടെ ആ പക്ഷിയുടെ സാന്നിധ്യമുള്ളിടത്ത് കേൾപ്പിച്ച് പക്ഷിയെ ആകർഷിച്ചും ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഫോറസ്റ്റ് ഗാർഡുമാർ തന്ന അറിവാണ്.
നമ്മൾ എത്രത്തോളം സൈലന്റ് ആയി കാട്ടിൽ പ്രവേശിക്കുന്നുവോ അത്രയും തന്നെ നമുക്ക് സൈറ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പക്ഷി നിരീക്ഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പക്ഷിയെ കാണുന്നത്. രസകരമായ ഒരു പേരുള്ള പക്ഷിയാണിത്. ലളിത എന്നാണ് മലയാളത്തിൽ ഈ പക്ഷി അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഏഷ്യൻ ഫെയറി ബ്ലൂബേർഡ് എന്നും അറിയപ്പെടുന്ന ഈ പക്ഷി കാഴ്ചയിൽ കുയിലിനോട് സാദൃശ്യം തോന്നും. ഇന്ത്യയിലെ ഉഷ്ണമേഖലാ കാടുകളിലും ശ്രീലങ്കൻ, ഇന്തോനേഷ്യൻ, ഫിലിപ്പീൻസ് കാടുകളിലും ഇവയെ പൊതുവായി കാണപ്പെടുന്നു. ഒരു 2-3 കിലോമീറ്റർ കാടിനുള്ളിലൂടെ നടന്ന് പക്ഷികളെയൊക്കെ കണ്ട് തിരികെ വരുന്ന ഒരു ട്രെക്കിംഗ് ആക്ടിവിറ്റിയാണ് ഈ ബേർഡ് വാച്ച്. അതുകൊണ്ട് തന്നെ അനിമൽ സൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കേഴമാൻ അഥവാ ബാർക്കിംഗ് ഡിയർ പെട്ടെന്നാണ് കുറ്റിക്കാട്ടിൽ നിന്നും കുതറി ഓടി ഞങ്ങൾക്ക് മുന്നിലൂടെ കാട്ടിലേക്ക് ഓടി ഒളിച്ചത്. മിന്നൽ വേഗത്തിലായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാടിന്റെ ശാന്തതയും നിഗൂഢതയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിങ്ങനെ നടന്നാസ്വദിക്കാൻ കഴിയും എന്നതാണ് ഇത്തരം ആക്ടിവിറ്റികളുടെ പ്രധാന ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ ബേർഡ് വാച്ചിങ് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. ഒരു മരം നിറയെ കുഞ്ഞു കുഞ്ഞ് ചിലന്തികളാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ആ ചെടി നിറയെ, കുറ്റിച്ചെടി നിറയെ ആ ചിലന്തികൾ തന്നെയായിരുന്നു. ചെറിയ ചെറിയ പൂക്കൾ പോലെയാണ് ആദ്യം നമുക്ക് തോന്നിയത്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ചിലന്തിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴേക്ക് ഊണ് റെഡിയായിരുന്നു. നേരെ ബാഗൊക്കെ വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി വന്നു. എല്ലാ നേരത്തെയും പോലെ ഉച്ചയ്ക്ക് നൽകിയ ഊണും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ നടന്ന് ക്ഷീണിച്ച് വന്ന് കഴിച്ചത് കൊണ്ടാകാം ഈ അതീവ രുചിക്ക് കാരണം. അവിയലും തോരനും മീൻ വറുത്തതും കറികളായി സാമ്പാറും മോര് കൂട്ടാനും ഒക്കെയായി ഊണ് വയറ് നിറയെ ഞങ്ങൾ കഴിച്ചു. ഭക്ഷണം കഴിച്ചൊരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ പക്ഷിയെ കാണുന്നത്. ദ ഗ്രേറ്റർ റാക്കറ്റ് ടെയിൽഡ് ഡ്രാങ്കോ എന്ന കാടുമുഴക്കിയെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഈ ടെന്റിന്റെയും ക്യാമ്പിന്റെയും പരിസര പ്രദേശങ്ങളിൽ എപ്പോഴും കാണാൻ സാധ്യതയുള്ള ഒരു പക്ഷി കൂടിയാണ് ഈ കാടുമുഴക്കി. ജംഗിൾ ക്യാമ്പ് സ്റ്റേ കോമ്പൗണ്ടിനകത്തുള്ള അരയാലിലാണ് ഈ പക്ഷി ഇരിക്കുന്നത്. ഈ ആല് കാഴ്ച ഇരിക്കുന്ന സീസണിൽ നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ജംഗിൾ ക്യാമ്പിനോട് വിട പറഞ്ഞ് നേരെ തേക്കടിയിലേക്ക് വെച്ചു പിടിച്ചു. പ്രോഗ്രാമിന്റെ അവസാന ആക്ടിവിറ്റിയായ തേക്കടിയിലെ ബോട്ടിങ്ങിനായി. ഈ വൈകുന്നേരത്തെ ബോട്ടിംഗ് ആണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും കൂടുതൽ വൈൽഡ് അനിമൽസിനെ കാണാൻ കഴിഞ്ഞൊരു ആക്ടിവിറ്റി. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിനായി പെരിയാർ ടൈഗർ റിസർവിന്റെ ബോട്ടിങ്ങിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ബസ് പാർക്കിങ്ങിലെത്തി. ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് ബസ്സിൽ കയറി. കുറച്ച് സമയം കൊണ്ട് ബസ് ബോട്ടിംഗ് നടക്കുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ ബോട്ടിംഗ് ഏരിയയിലെത്തി. വേനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ പെരിയാറിൽ ജലനിരപ്പ് നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിങ്ങിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷ ആസ്ഥാനത്തല്ല എന്ന് ഉറപ്പിക്കുന്ന സൈറ്റിംഗ് ബോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെരിയാറിന്റെ തീരം കാണിച്ചു തന്നു. പെരിയാറിന്റെ മറുകരയിലായി തീരത്തോട് ചേർന്ന് മേഞ്ഞു നടക്കുന്ന മ്ലാവുകളായിരുന്നു അത്. വെള്ളം കുറഞ്ഞ ഭാഗത്തെ ഇളം പുല്ല് കഴിച്ച് മേയുന്ന 2 മ്ലാവുകളെയാണ് ആദ്യം കണ്ടത്. പിന്നെ നോക്കുമ്പോഴാണ് വേറെയും 3 എണ്ണം ഉണ്ടെന്ന് കാണുന്നത്. അങ്ങനെ മ്ലാവിനെ നോക്കി നിൽക്കുമ്പോഴാണ് അതാ വരുന്ന ഒരു കൂട്ടം കാട്ടുപന്നികൾ. അങ്ങനെ മ്ലാവിനെയും കാട്ടുപന്നിയൊക്കെ കണ്ടു നിന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നു കഴിഞ്ഞിരുന്നു. 2 തരം ബോട്ടുകളാണ് ഇവിടെ ബോട്ടിംഗ് സർവീസ് നടത്തുന്നത്. KTDCയുടെ ബോട്ടുകളും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടുകളും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടുകൾ കുറച്ചുകൂടി വലിപ്പത്തിൽ ചെറുതാണ്. ഫോറസ്റ്റിനകത്ത് ഏതെങ്കിലുമൊക്കെ പാക്കേജ് എടുത്ത ആളുകളായിരിക്കും കൂടുതലും അതിനകത്ത് ബോട്ടിങ്ങിന് പോവുക. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത ആളുകളും. രണ്ടിനും വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഒരേ ടൈമിൽ ഒരേ റൂട്ടിൽ തന്നെയാണ് ഈ 2 തരം ബോട്ടുകളും സർവീസ് നടത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ട മ്ലാവുകൾ തന്നെയാണ് അത്. ബോട്ട് നിന്ന് തിരിച്ചപ്പോൾ നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. അപ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് കന്യാസ്ത്രീ കൊക്കുകളെയും കണ്ടത്. സാധാരണ നമ്മളെ നാട്ടിലുമൊക്കെ ഇവയെ കാണാറുണ്ട്. കന്യാസ്ത്രീ കൊക്കെന്ന് പേര് വരാൻ കാരണം കന്യാസ്ത്രീകളുടെ യൂണിഫോമിന് സമാനമായ കളർ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവയെ കന്യാസ്ത്രീ കൊക്കുകൾ എന്നൊക്കെ വിളിക്കുന്നത്.
സാമാന്യം നല്ല വലിപ്പമുള്ള ഈ കൊക്കുകളെ കരിങ്കൊക്കെന്നും കരുവാരക്കുരു കൊക്കെന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ വൂളി നെക്കഡ് സ്റ്റോർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. വേനൽക്കാലമായതിനാൽ വെള്ളം കുറവാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആനയും കാട്ടുപോത്തുമൊക്കെ വെള്ളം കുടിക്കാനായി ഇറങ്ങി വരുന്ന സമയമാണ് ഈ വൈകുന്നേര സമയം. തേക്കടിയിൽ ബോട്ടിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം ഒന്നുകിൽ അതിരാവിലത്തെ ബോട്ടിങ്, അതല്ലെങ്കിൽ വൈകിട്ടത്തെ ഈ ലാസ്റ്റ് ബോട്ടിംഗ് ആണ്. അതാ പറഞ്ഞു തീരും മുമ്പേ തന്നെ വന്നല്ലോ ആദ്യത്തെ സൈറ്റിങ്. ഒരു കൂട്ടം കാട്ടാനകളാണ്. 5 6 ആനകളുടെ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ബോട്ടിന്റെയും പിന്നെ ആളുകളുടെയും ഒക്കെ ഒച്ചയും ബഹളവും കേട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അവ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ആനക്കൂട്ടത്തിൽ മിക്കപ്പോഴും പിടിയാനകൾ തന്നെയാവും കൂടുതലും ഉണ്ടാവുക. ഇതിലും അതുപോലെ തന്നെ എല്ലാം പിടിയാനകളായിരുന്നു. ഈ കാട്ടാനക്കൂട്ടത്തെ നയിക്കുക എപ്പോഴും കൂട്ടത്തിലെ മുതിർന്ന പിടിയാനകളായിരിക്കും. ചിലപ്പോഴൊക്കെ കൊമ്പനാനയെ നമുക്ക് ഈ കാട്ടാനക്കൂട്ടത്തിൽ കാണാനാകും. മേറ്റിംഗ് സമയത്ത് മാത്രമാകും അവ കൂട്ടത്തിനൊപ്പം ചേരുക. അത് കഴിയുമ്പോൾ കൊമ്പനെ ഒഴിവാക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കൊമ്പനെ നമുക്ക് കാട്ടാനക്കൂട്ടത്തിൽ കാണാനാകും. അത് വളർന്ന് മേറ്റിങ്ങിന് സമയമാകുമ്പോൾ കൂട്ടത്തിൽ നിന്നും പുറത്താക്കലാണ് പതിവ്. സ്വന്തം കുടുംബത്തിലെ പിടിയാനകളുമായി മേറ്റിംഗ് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കാട്ടാനയെ നോക്കി ഇരിക്കുമ്പോഴാണ് ദേ വരുന്നു ഒരു മ്ലാവ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മ്ലാവ് മാത്രമല്ല കാട്ടുപോത്തിന്റെയും മ്ലാവിന്റെയും ഒരു കൂട്ടം തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. ആദ്യമായാണ് നേരിട്ട് കാട്ടാനക്കൂട്ടത്തെയും മ്ലാവിനെയും കാട്ടിയെയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കിട്ടുന്നത്. ഏതായാലും കാട്ടാനകളെക്കാൾ ധൈര്യശാലിയാണ് ഈ കാട്ടിയെന്ന് തോന്നുന്നു. ആനകൾ ബോട്ട് കണ്ട് പേടിച്ച് വെള്ളം കുടിക്കാൻ ഇറങ്ങാതിരുന്നപ്പോൾ കാട്ടുപോത്ത് ധൈര്യസമേതം വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് ഞങ്ങൾ കണ്ടത്. പിന്നെ ഇത് പോത്തല്ല, കാട്ടുപോത്തല്ല, ഇത് പശുവർഗത്തിൽപ്പെട്ട കാട്ടിയാണെന്നറിയാം. എന്നാൽ ഈ പണ്ട് മുതലേ ഇതിനെ കാട്ടുപോത്ത് കാട്ടുപോത്തെന്ന് വിളിച്ചിപ്പോ വായിൽ ചിലപ്പോഴൊക്കെ കാട്ടുപോത്ത് തന്നെയാണ് വരിക. ഇതിനെ ഇന്ത്യൻ ഗൗർ അഥവാ കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലൊക്കെ കാട്ടുമാട് എന്ന് പറയും. ശരിക്കും പോത്ത് വേറെയാണ്, അത് നമ്മളുടെ കാടുകളിൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ കാട്ടി ഇറങ്ങി വന്ന് വേണ്ടുവോളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനപ്പുറത്തായി ഒരു കൂട്ടം മ്ലാവ് ഇളം പുല്ലൊക്കെ തിന്നങ്ങനെ മേഞ്ഞു നടക്കുന്നത് കാണുന്നത്. ആഹാ, എന്ത് നല്ല മനോഹരമായ കാഴ്ച അല്ലേ. ദാ ആ മരക്കുറ്റിയിൽ ഇരിക്കുന്നത് ചെറിയ നീർക്കാക്കയാണ്, ഇന്ത്യൻ കോമറന്റ്. കഴിഞ്ഞ തവണ ബോട്ടിങ്ങിന് വന്നപ്പോൾ മരക്കുറ്റിയുടെ മുകൾ ഭാഗം വരെയും വെള്ളമുണ്ടായിരുന്നു. 150 വർഷം മുമ്പ് ഇതൊരു കൊടുങ്കാടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1895 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിന് ശേഷമാണ് ഈ കാട് നിറച്ച് വെള്ളക്കെട്ടാവുകയും മരങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിട്ട് അതിന്റെ അവശേഷിപ്പാണ് ഇന്നും ഈ കാണുന്ന മരക്കുറ്റികൾ. ഇന്ത്യൻ ഗ്രേറ്റ് കോമറന്റ് ആണ് ദാ ആ ഇരിക്കുന്നത്, അഥവാ വലിയ നീർക്കാക്ക. നീർക്കാക്കകളുടെ കൂട്ടത്തിൽ കാണാൻ ഭംഗിയുള്ള ഒരു കൂട്ടരാണ് ഈ വലിയ നീർക്കാക്കകൾ. അതിന് തൊട്ട് താഴെ ഇരിക്കുന്നതാണ് ലിറ്റിൽ കോമറന്റ് അഥവാ ചെറിയ നീർക്കാക്ക. 3 തരം നീർക്കാക്കകളാണ് പൊതുവെ കാണപ്പെടുന്നത്: ഗ്രേറ്റ് കോമറന്റ് അഥവാ വലിയ നീർക്കാക്ക, ഇന്ത്യൻ കോമറന്റ് അഥവാ കിന്നരി നീർക്കാക്ക, ലിറ്റിൽ കോമറന്റ് അഥവാ ചെറിയ നീർക്കാക്ക. ഈ 3 തരം നീർക്കാക്കകളെ നമുക്ക് നമ്മളുടെ ജലാശയങ്ങളുടെ പരിസരത്തായിട്ട് കാണാൻ സാധിക്കും. നീർക്കാക്കയുടെ കാഴ്ചയൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്
ഇന്നത്തെ യാത്രയിൽ നല്ല ഭംഗിയുള്ളതും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. അത് വേറൊന്നുമല്ല, ഈ കാണുന്ന കാട്ടികളുടെ കൂട്ടത്തിൻ്റെതാണ്. ആദ്യമായാണ് ഞാൻ ഈ കാട്ടിയുടെ കുട്ടിയെ നേരിട്ട് കാണുന്നത്. നമ്മുടെ പശുവിന്റെ കുട്ടിയെ പോലെ തന്നെ ഇരിക്കും. വളർന്നു വരുന്നതിനനുസരിച്ചാണ് ഇവയുടെ നിറം മാറുന്നത്. ശരിക്കും കാട്ടികളിൽ നല്ല സൈസും മസിലും ഒക്കെ ഉള്ളത് മെയിൽ ഗൗറിനാണ്. അതിപ്പോ കാട്ടികളിൽ മാത്രമല്ല, മിക്ക ജീവികളിലും അതങ്ങനെ തന്നെയാണ്. കാട്ടിലെ മൃഗങ്ങളിൽ ഏറ്റവും മസ്കുലർ ആയിട്ടുള്ള അനിമലും ഈ മെയിൽ ഗൗർ തന്നെയാവും. ഒരു മെയിൽ ഗൗറും 4 ഫീമെയിലും 3 കുട്ടികളും അടങ്ങുന്നതാണ് ഈ കാട്ടികളുടെ കൂട്ടം. മെയിൽ ഗൗർ മിക്കപ്പോഴും ഒറ്റയ്ക്ക് നടക്കലാണ് പതിവ്. ഇതിപ്പോ മേറ്റിങ്ങിന്റെ സമയമായതുകൊണ്ട് കൂട്ടത്തിൽ കൂടിയതാകാം. ഒറ്റയ്ക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ കടുവയുടെ സ്ഥിരം വേട്ടമൃഗം കൂടിയാണ് ഈ മെയിൽ ഗൗർ. കാട്ടികളുടെ കൂട്ടത്തിന്റെ തൊട്ടപ്പുറത്തായി തന്നെ നമുക്ക് മ്ലാവുകളെയും കാണാൻ സാധിക്കും. പുള്ളിമാൻ നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ നന്നേ കുറവാണ്. ഇവിടെ കൂടുതൽ കാണുന്നത് ഈ മ്ലാവുകളെ തന്നെയാണ്. പുള്ളിമാൻ കൂട്ടത്തെ പോലെ 30-50 എണ്ണമൊന്നും ഇവയുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. മിക്കപ്പോഴും 5-6 ഒക്കെ ആയിട്ടാണ് നമുക്ക് മ്ലാവുകളുടെ കൂട്ടത്തെ കാണാനാവുക. സാധാരണ കൂട്ടമായി കാണാറുള്ള കാട്ടുപന്നിയെ വളരെ റയറായി ഇങ്ങനെ ഒറ്റയ്ക്കും കാണാനാകും. തീരത്തെ പുല്ലോ മറ്റോ കഴിച്ച് നടക്കുകയാണ് ഈ കാട്ടുപന്നി. ഇന്നേതായാലും പെരിയാർ നമ്മളെ നിരാശപ്പെടുത്തിയില്ല. ധാരാളം സൈറ്റിംഗ് നൽകിയാണ് ഇന്നത്തെ ബോട്ടിംഗ് യാത്ര ഇവിടെ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്തെ പെരിയാർ ടൈഗർ റിസർവിലെ ബോട്ടിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് ലഭിക്കുന്ന ഒരു ഫോറസ്റ്റ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുമൊക്കെയായി വളരെ സേഫായിട്ട് വൈൽഡ് അനിമൽസിനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക അവസരം കൂടിയാണ് ഈ ബോട്ടിങ്. പ്രത്യേകിച്ച് വേനൽക്കാലത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും ബോട്ടിങ്. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ എത്തിയപ്പോൾ ആ ബോട്ടിങ് നടക്കുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ കോമ്പൗണ്ടിനകത്തെ മരത്തിന് മുകളിലിരിക്കുന്ന ഈ കരിങ്കുരങ്ങളുടെ വിഷ്വൽസോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.